ഇനി ഇതേ ഫോട്ടോ നമ്മൾ ഫോണിൽ എടുക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് നമ്മുടെ ഫോൺ എടുത്തതിന് ശേഷം ക്യാമറ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നും ഓട്ടോമാറ്റിക് സെറ്റിങ്സിൽ നിന്നും പ്രോ സെറ്റിങ്സിലേക്ക് പോവുക. പ്രോ മോഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ ആയിരിക്കണം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി മറ്റ് ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങളുടെ ഫോണിൽ ഡീഫോൾട്ടായിട്ട് തന്നെ പ്രോ മോഡ് കാണുമായിരിക്കും, അത് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. 1 ഇതിൻ്റെ ഫോക്കസിങ്, 2 ഇതിൻ്റെ ഷട്ടർ സ്പീഡ്. ആദ്യം നമ്മൾ കറക്റ്റായിട്ട് ഈ തേങ്ങാപ്പോൾ എവിടെയാണെന്ന് വെച്ച് പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഷട്ടർ സ്പീഡാണ്. ഷട്ടർ സ്പീഡ് മാക്സിമം കൂട്ടിയിടുക. 1/3000 അല്ലെങ്കിൽ 1/1500 ഇതിലേതെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്യുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഷട്ടർ സ്പീഡ് കൂടുതലായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ലൈറ്റ് വേണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. ഒറ്റ ട്രൈയിലൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് കൂടുതൽ ട്രൈ നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയിരിക്കും. ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പം നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേക്കകത്തെ ക്യാപ്ചർ ബട്ടന് പകരം സൈഡിലുള്ള വോളിയം റോക്കർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കൂടുതൽ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒറ്റ തവണയൊന്നും ഇത് ശരിയായിട്ട് കിട്ടത്തില്ല. കിട്ടുന്നിടം വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഏത് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഫോട്ടോ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ കിടിലൻ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.